ഹലോ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചോക്ലേറ്റ് ബൊക്കെയാണ്. ബൊക്കെ ഷീറ്റ് കൊണ്ടുള്ള ചാർട്ട് പേപ്പർ കൊണ്ടിട്ടാണ് ചെയ്യുന്നത്. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു ചോക്ലേറ്റ് ബൊക്കെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചോക്ലേറ്റിനെ ഈ ഒരു സ്റ്റിക്കിലോട്ട് അറ്റാച്ച് ചെയ്യുന്നതാണ്. അത് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനൊരു 5 ചോക്ലേറ്റ്സ് എടുത്തിട്ടുണ്ട്. 5 കിറ്റ്കാറ്റാണ് എടുത്തേക്കുന്നത്. 5 കിറ്റ്കാറ്റിൻ്റെ ഒരു ബൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി, അതവിടെ മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തെർമോക്കോൾ എടുക്കുക. അപ്പോൾ തെർമോക്കോൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ എല്ലാം കൂടി ചേർത്ത് ഒരു സെലോ ടേപ്പ് വെച്ചിട്ട് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചുറ്റിയെടുക്കുന്നതെന്ന് വെച്ചാൽ വിട്ടു പോകരുത്. സെലോ ടേപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ സെലോ ടേപ്പ് വെച്ചിട്ടാണ് റാപ്പ് ചെയ്തത്. എന്നിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ചോക്ലേറ്റ്സ് ഓരോന്നായിട്ട് അതിലേക്ക് ഇറക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഒരു അറേഞ്ച്മെൻറ്റിൽ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്തേക്കുന്ന ഫ്രണ്ടിൽ ഒരു 2 ചോക്ലേറ്റ് വരുന്ന പോലെയും ബാക്കിൽ ഒരു 3 ചോക്ലേറ്റ് വരുന്ന പോലെയാണ്. എന്നിട്ട് നമുക്ക് ഒന്ന് പ്രോപ്പറായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക അതിനെ. അങ്ങനെ ഫുള്ള് സെറ്റാക്കി മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചാർട്ട് എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ റെഡ് കളർ ചാർട്ട് ആവശ്യത്തിന് ഒന്ന് എടുത്ത് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ബാക്കിൻ്റെ അത്രയും പൊങ്ങി നിൽക്കുന്ന ആ ഒരു അളവിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നീളമുള്ള ചാർട്ട് കട്ട് ചെയ്തത് ബാക്ക് സൈഡിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കുഞ്ഞു ചാർട്ടും കൂടി വേണം, അപ്പോൾ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് നമുക്ക് ഒന്ന് ജസ്റ്റ് അതിൻ്റെ ആ ഒരു അളവ് നോക്കിയിട്ട് ആ തെർമോക്കോളിന് മുകളിൽ നിൽക്കുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതും കൂടി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളതും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് ആ ഒരു ചാർട്ടും കൂടി വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഫുള്ളായിട്ട് നമ്മൾ സെലോ ടേപ്പ് അതിലും കൂടി ചുറ്റി കൊടുക്കണം, എന്നാലേ അത് പ്രോപ്പറായിട്ട് ഇരിക്കുള്ളൂ. ഇനി സെലോ ടേപ്പ് ചുറ്റിയ ഭാഗത്ത് നമുക്ക് റിബൺ ചുറ്റിയെടുക്കാം, എന്നാലേ ഒരു ഫിനിഷിങ് ഉണ്ടാവുള്ളല്ലോ. അപ്പം റിബൺ ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് ഒന്നുകൂടെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു റിബണും കൂടി അതിനകത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് കൂടെ കഴിഞ്ഞു. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.